ഫ്രണ്ട്സ്, ഇടത്തിലേക്ക് സ്വാഗതം. ഇതാണ് പെട്ടെന്ന് നമുക്കൊരു ഉച്ചയൂണിനുള്ള കറികളൊക്കെ റെഡിയാക്കാം കേട്ടോ. ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കറിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചിട്ട് വെക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് മത്തൻ പീസ് ഉണ്ട്, കുറച്ച് ചേനയുടെ പീസ് ഉണ്ട്. രണ്ടും കുറേശ്ശേ ഉള്ളു. അപ്പൊ രണ്ടും കൂടെ ചേർത്ത് വൻപയറും ചേർത്തിട്ട് എരിശ്ശേരി വെക്കാനും ഒരു പുളിരസവും പിന്നെ മത്തി വറുത്തതുമാണ് ഉണ്ടാക്കണ. കൂർക്ക് മെഴുക്കുരട്ടി ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം പെട്ടെന്ന് ആക്കാം കേട്ടോ. വൻപയർ ഞാൻ വെള്ളത്തിൽ ഇട്ട് കുതിർത്തിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ചേനയൊക്കെ ഈ വലിപ്പത്തിൽ മുറിച്ചിട്ടുണ്ട്. മത്തന ഈ വലിപ്പത്തിൽ മുറിച്ചിട്ടുണ്ട്. നല്ലോണം വേവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് പച്ചമുളക് കീറിയിടുക. രണ്ടെണ്ണേ ഞാൻ ഇടുന്നുള്ളൂ, ഓവർ എരിവ് വേണ്ട. എരിശ്ശേരി വെക്കാനാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു നിറത്തിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി കേട്ടോ. ലേശം മുളക് പൊടിയും ചേർത്ത് ഉപ്പും ഇട്ട് കൊടുത്ത് മൂന്നും കൂടെ ഒരുമിച്ചാട്ടോ വേവിക്കണം. ആളുകൾക്ക് സംശയം ഉണ്ടാവും. വൻപയറൊക്കെ നമ്മൾ ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ സെപ്പറേറ്റ് ഓരോന്ന് വേവിച്ചെടുക്കും. ഇത് കുക്കറിലുമാണ്, നമുക്ക് പെട്ടെന്നാവും വേണം. അപ്പൊ അത് ഒരുമിച്ചാണ് വേവിക്കുകയാണ് കേട്ടോ. കൂർക്ക കഴുകിയ വെള്ളത്തിലിട്ടൊക്കെ റെഡിയാക്കി പോയതാട്ടോ. കറിക്കുള്ള സാധനങ്ങളൊക്കെ ഇതാണ്ടാവും. ഒരു മത്തി വറുത്തതും ഉണ്ട് നമുക്ക്. മത്തിയൊക്കെ വെട്ടി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കും. കൂർക്ക കഴുകി നുറുക്കി വെള്ളത്തിലിട്ട് പോയതാട്ടോ. വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ നിറം മാറിപ്പോകുമല്ലോ. അപ്പൊ അതുകൊണ്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇതിൽ തുള്ളി വെള്ളവും ഉപ്പും ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മൾ അടുത്ത് വെക്കണം. ഒരു കറിവേപ്പ് തണ്ടൊന്നും ഇട്ടിട്ട് കേട്ടോ. അപ്പുറത്തൊക്കെ ഇരുന്നത് കൊണ്ട് വേഗം ഓരോ സാധനങ്ങള്. തുള്ളി വെള്ളം കേട്ടോ. ഇത് ചെറിയ അടുപ്പ് വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കണം. ഇത് അവിടെ ഇരുന്നിട്ട് അതും ആവട്ടെ. രസം വെക്കാനാണ്. ഇപ്പൊ പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ചതച്ചു എടുക്കണം. അതിന് മുമ്പായിട്ട് തക്കാളി നമ്മൾ അതിലേക്ക് ഇടാൻ ആവശ്യമായ ഒരു തക്കാളി ഞെടിപ്പ് കളഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കത്തി വെച്ച് മുറിക്കുകയല്ല, കൈ വെച്ച് ഞരടുക ചെയ്യാം. പീച്ചി മുറിച്ചിടുക ചെയ്യാം കേട്ടോ, കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ കൈ വെച്ചിട്ട് മേളം മുറിച്ചാലേ നമുക്കിത് പീച്ചാൻ പറ്റുള്ളൂ. അപ്പൊ കൈ കൊണ്ട് ഇങ്ങനെ ഞരടിയിട്ടാണ് മുറിച്ചിടുന്നത് കേട്ടോ. രസത്തിനുള്ള തക്കാളി കത്തി വെച്ച് മുറിച്ചിടുകയല്ല. ചെറുതായതുകൊണ്ടാണ് ഇതൊരു 4-5 എണ്ണം ഉള്ളത് കേട്ടോ. വലുതാണെങ്കിൽ വലിയ 2 എണ്ണം എടുത്താൽ മതി. ഇതവിടെ ഇരിക്കട്ടെ. നമ്മുടെ പുളി വെള്ളത്തിലിട്ടതാണ്. ഇത് നമ്മൾ നന്നായിട്ട് ഞരടി പിഴിഞ്ഞ് അരിച്ചെടുക്കണം. നമ്മുടെ രസത്തിന് ആവശ്യമായ ചുവന്ന ഉള്ളി ചതച്ചെടുക്കുക. ചതച്ചതെല്ലാം കൂടെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. വെളുത്തുള്ളി ചതച്ചത്, ഒരു പീസ് ഇഞ്ചി കേട്ടോ. ഇനി നമ്മുടെ ഈ 3 പച്ചമുളക് ഒന്ന് ഇടിച്ചിട്ട് ഭയങ്കരമായിട്ട് ചതക്കിയല്ല, അതാ ഇങ്ങനെ ചതച്ചെടുക്കുക. 2 വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ. അതെ, നമ്മുടെ പയറും ഇതൊക്കെ. ഇനി ഇതിവിടെ ഓഫായി ഇരിക്കട്ടെ. ഞാൻ മീൻ വറക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാനിൽ ആദ്യമേ നമ്മൾ വെറുതെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പാനിൽ വെറും വെളിച്ചെണ്ണയാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഒരിത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പൊടി കേട്ടോ. നമുക്ക് ആ മീനിന് ആവശ്യം തോന്നുന്ന ഒരു മുളക് പൊടി ഉണ്ട്, അത് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളതാ ഇങ്ങനെ അതിനങ്ങോട്ട് മിക്സ് ചെയ്യാം. ഈ എണ്ണയ്ക്കകത്ത് ഇരിക്കുന്നുണ്ടേ. അതിനിടയിൽ കൂടെ നമ്മൾ അതൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അത്ര വെള്ളം വെച്ച് കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചതാണ്. വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിങ്ങനെ മൂപ്പിച്ച് കൊടുക്കുക. ചെറിയ ബ്ലാക്കിഷ് കളർ വരുന്നത് നമ്മളിതിനകത്ത് കുരുമുളക് പൊടി ചേർത്തത് കൊണ്ടാണ് കേട്ടോ.
അതൊക്കെ അതിങ്ങനെ ചൂടായി തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു നമ്മുടെ മീനിനും കൂടെ ചേർത്തിട്ട് ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പിട്ട് കൊടുക്കുകയാണേ. അപ്പൊ നമ്മളൊരു പൊട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് നല്ലോണം പേസ്റ്റ് ആക്കിയതാണ് തനിക്ക് ചേർക്കുന്ന. ചെറിയ തീയാണേ, അതും കൂടെ ഇട്ടു. അതൊന്നും ഇങ്ങോട്ട് മൂത്ത ഒരു വാസന പോലെ ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ തീട്ടോ ഇതിലേക്ക് നമ്മളിങ്ങനെ ഇങ്ങോട്ട് നിരത്തി ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഒരു സെക്കൻഡ് ഇങ്ങനെ കിടക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായി പതുക്കെ മറിച്ചിട്ട് കൊടുക്കണം. ഇപ്പൊ നമ്മൾ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ മീനൊക്കെ ആ മുളകൊക്കെ ഒരു സൈഡിൽ നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇട്ട് കൊടുക്കാണ് കേട്ടോ. ചെറിയ ചതച്ചത്, കറിവേപ്പില, ഇനി കുറച്ച് കൊടംപുളി ഇട്ടാ. ഞാൻ പിഴുപുളി എങ്ങനെ മീനിന് ചേർത്താറില്ല, അപ്പൊ അതുകൊണ്ടാണ് ഈ കൊടംപുളി ചേർക്കുന്നത്. സാധാരണ പിഴുപുളി പറഞ്ഞാല് പിന്നെ വാളംപുളി, അത് ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കാം കേട്ടോ. നമ്മളങ്ങനെ പിന്നെ ഉപയോഗിച്ച് ശീലിക്കാത്തത് കൊണ്ടാണ് ഈ കൊടംപുളിയുടേത് ഇങ്ങനെ ചേർത്ത് കൊടുക്കണേ കേട്ടോ. ഇത് കൂട്ടാൻ വെച്ച മീന് ഫ്രൈ ചെയ്ത പോലെ ഉണ്ടാവും. പുളിയൊക്കെ പിടിച്ച് ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റിലാവും കേട്ടോ. ചെറിയ തീയിലിടുന്നത് ഇങ്ങനെ വെന്ത് പറ്റി വരട്ടെ കേട്ടോ. അടുപ്പത്തിന് രസത്തിന് വെച്ചിട്ടുണ്ട് കേട്ടോ. രസത്തിന് വെച്ചു. ആ കൂർക്ക ഓഫ് ചെയ്യണേ. കൂർക്ക വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വെച്ച് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുവറുത്ത് റെഡിയാക്കി എടുക്കാൻ മതി കേട്ടോ. അതവിടെ ഇരിക്കട്ടെ. ഇത് വെന്തു, അടുപ്പ് ഓഫ് ചെയ്തു. ഇത് ചെറിയ തീയിലിരിക്കുകയാണ്. രസത്തിനുള്ള പാൻ വെച്ചിട്ടുണ്ട്. കണ്ടോ, അത് പയറും ചേനയും മത്തനും വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ നാളികേരം അരച്ചിടും കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. കടുക് ഇട്ട് കൊടുക്കുക, വറ്റൽമുളക് ഇട്ട് കൊടുക്കുക, കറിവേപ്പില, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചുവന്ന ഉള്ളി പച്ചമുളക് ചതച്ചിരിക്കുന്നതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അത്യാവശ്യത്തിന് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലോണം മൊരിഞ്ഞു. ഇതിലേക്ക് തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളകാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ ടീസ്പൂണിന് ഒരു 2-3 സ്പൂണ് ചേർത്തിട്ടുണ്ട്. ഇതിനൊരു സ്പൂൺ മല്ലിപ്പൊടി, അതേ സ്പൂണിന് തന്നെ 1/2 സ്പൂൺ മുളക് പൊടി കേട്ടോ, മഞ്ഞൾപ്പൊടി. എന്നിട്ട് നമ്മൾ ഇതിനെ നല്ലോണം നമ്മൾ മൂപ്പിക്കുക കേട്ടോ. ഒരു പച്ചമണം പോകുന്ന വരെയും മൂപ്പിക്കുക. കൈകൊണ്ട് ഞെരടി വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ പുളിവെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് മീൻ പരഞ്ഞീനുണ്ട്, അതും ഇതിന്റെ ഒരു കോണിക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരുമിച്ചൊക്കെ ഇട്ട് കൊടുക്കാം, ഇത് കുഴപ്പമില്ല, പെട്ടെന്ന് വെന്തോളൂ. എനിക്കുള്ള അരപ്പ് റെഡിയാക്കുകയാണ് കേട്ടോ. വലിയതായതുകൊണ്ട് ഒറ്റ വെളുത്തുള്ളിയാണ്, ഒരു പച്ചമുളകും ചെറിയുള്ളിയും കൂടെ ചതച്ചെടുക്കുന്നു, ചെറിയ ജീരകം കേട്ടോ, ഒരു തുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മളത് ഒതുക്കി എടുക്കുക കേട്ടോ. നല്ലോണം അടക്കിയല്ല, ചെറിയ തരിതരിപ്പായിട്ട് തരാം കേട്ടോ. ഇതിലേക്ക് തരിതരിപ്പായിട്ട് അരച്ചാട്ടോ, നല്ല ഫൈനായിട്ട് അരച്ചതല്ല കേട്ടോ. അത് ഇതിലേക്ക് അങ്ങ് കൂട്ടി കൊടുക്കുകയാണേ. ഇത് ഒഴിച്ച് കറിയും അല്ല, പിന്നെ അങ്ങനെ ഒരു പെരണ്ടിരിക്കുന്ന പോലത്തെ ഒരു കറിയാണല്ലോ എരിശ്ശേരി എന്ന് പറഞ്ഞു. ഇനി നമ്മളിതിൽ നാളികേരം വറുത്തിടുകയും കൂടെ ചെയ്യാം കേട്ടോ. രസം എന്താ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. അപ്പൊ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണേ.
അത് അങ്ങോട്ട് തിളക്കട്ടെ നല്ലോണം. ഇത് ഞങ്ങളൊന്നും ഇങ്ങനെ മറച്ച് ഒരു വട്ടം ഞാൻ മറച്ചിട്ടു. ഇപ്പൊ രസം നമ്മുടെ ഇങ്ങനെ നല്ലോണം തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അവരാരൊരു പുളിയുടെ പാകത്തിനൊക്കെ കണ്ടമാനം പുളിയായപ്പോ രസം ഉണ്ടാവില്ല. നമ്മളത് ആ മല്ലിച്ചപ്പ് ഇട്ടാ നല്ലോണം കുറച്ച് മല്ലിച്ചപ്പ് എന്തായാലും ചേർക്കണം. അപ്പോൾ ആ രസത്തിനൊരു മണം വരുന്നു. മീൻ എന്താ നന്നായിട്ട് മൊരിഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ കരിഞ്ഞ പോലെ തോന്നുന്നത് കറിവേപ്പില പറ്റിയിരിക്കണം കേട്ടോ. അപ്പം ഇത് മതി. ഇത് സാധനം എന്തുണ്ടല്ലോ നമ്മളത് ഓഫ് ചെയ്യാണ് കേട്ടോ. മീനൊക്കെ ഇവിടെ നല്ല ഇരിക്കുന്നുണ്ട്. പൊട്ട് ശർക്കര ഇട്ട് കൊടുക്കുകയാണേ. ചെറിയൊരു മധുരം ഉണ്ടെങ്കിൽ രസമാണ്. അപ്പൊ രസം നമ്മൾ ഇതാ ഒഴിച്ച് പകർത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ എരിശ്ശേരി ഇതാ അടുപ്പത്തേക്ക് ഞാൻ അരപ്പ് കൂട്ടി വെച്ചതാണ്. ഇനി അതൊന്ന് ചൂടായതിനു ശേഷം വേണം നമുക്ക് നാളികേരമൊക്കെ വറുത്തിടാൻ. കയറിയിട്ട് അതാ ഇങ്ങനൊരു ചൂടായിട്ടുണ്ട്. നല്ലോണം നമ്മുടെ ആവി കയറിയൊരു ചൂട് വരും കേട്ടോ. നമുക്ക് അറിയാം അരപ്പ് വെന്തൊരു വാസനയൊക്കെ വരും. നമ്മള് ചീനച്ചട്ടി വെക്കുകയാണ്. കടുക്, ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഒരൊറ്റ വറ്റൽമുളക് എൻ്റെ അടുത്തുള്ളൂ, അതും കൂടെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതേ മൂക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ നാളികേരം ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നല്ല ചുമക്കനെ അങ്ങോട്ട് മൂപ്പിക്കുക. പിന്നെ നമ്മളിത് ഇതിലേക്ക് കടുവത്ത് വെച്ച് കൊടുക്കുന്നു കേട്ടോ. ഈ ചീനച്ചട്ടി കേട്ടോ നമ്മൾ പിന്നെ കൂർക്കയ്ക്ക് വേണ്ടി വെക്കുന്നത്. ഇതാ ഇത് നമ്മൾ മിക്സ് ചെയ്യണം. ചീനച്ചട്ടി തന്നെ ഒന്ന് വെച്ചതാട്ടോ, കഴുകാനും നിന്നിട്ടില്ല. വേണ്ടേ സവാളയും ഒരു പച്ചമുളകും 2-3 കറിവേപ്പിലയും ഒക്കെ ഇട്ട് അങ്ങോട്ട് മൂപ്പിച്ചിട്ട് നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മളെ കൂർക്ക ഇതിലോട്ട് തട്ടിയ മെഴുക്കുവരട്ട് തരും കേട്ടോ. അതിലേക്ക് ഇട്ട് കൊടുക്കണേ. കുറച്ച് മതിയേ, സാധനം കുറച്ചേ ഉള്ളൂ. നിങ്ങളുടെ അളവൊക്കെ നോക്കിയിട്ടൊക്കെ ഇടണം. ഞാൻ ഈ അളവ് പറയാതെ തട്ടിയൊക്കെ ഇടുന്നത് കാണുമ്പോഴേ പരിചയം ഇല്ലാത്തവർ അങ്ങനെയൊന്നും ഇട്ടേക്കരുത്. അപ്പൊ നമ്മുടെ വെന്തിരിക്കുന്ന കൂർക്ക ഇങ്ങോട്ട് തട്ടി കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചതാണേ. അപ്പൊ ഇനി അതും റെഡിയായി. നമ്മുടെ എരിശ്ശേരി റെഡിയായി, രസം റെഡിയായി, മീൻ റെഡിയായി, കൂർക്ക മെഴുക്കുവരട്ട് റെഡിയായി. ഇനി നമുക്ക് ചോറ് ഉണ്ടാക്കാം. അപ്പൊ അതാ നമ്മളത് പിന്നെ റെഡിയായി കേട്ടോ. ഇത്രയും മൊരിഞ്ഞാൽ മതി. ഇങ്ങനെ കണ്ട് മൊരിഞ്ഞോണ്ടിരുന്ന എണ്ണയിൽ മൊരിയല്ലേ, ഒരു രുചി കൂടുതലായിട്ട് ഇങ്ങനെ വരും. നമുക്ക് കൊണ്ടാനായി. ഇത് ഓഫ് ചെയ്യാം കേട്ടോ. ഇത്രയും മൊരിഞ്ഞാൽ മതി. അപ്പോഴേ ഞങ്ങൾ വെന്ത എല്ലാ സാധനമായിട്ട് ചട്ടിയും കുടുക്കൊക്കെ ആയിട്ട് ടേബിളിലേക്ക് പോന്നിരിക്കുന്നത്. എല്ലാം അതാത് സാധനങ്ങളും പാത്രത്തിൽ തന്നെ കൊണ്ടുവന്നു സെപ്പറേറ്റ് ആക്കിയിട്ടില്ല. പിന്നെ ഏട്ടനൊന്ന് കൊടുത്തിട്ട് ഞങ്ങൾ 3 പേരും കൂടെ ഫുഡ് ചോറിനാൻ പോവാ. അപ്പൊ ആദ്യം ഏട്ടനൊന്ന് വിളമ്പി കൊടുത്തിട്ട് വെച്ച് കാണിച്ചാൽ പോലെ എന്റെ രുചിയും കൂടെ ഒന്ന് പറയിപ്പിക്കണ്ടേ നമുക്ക്. അപ്പൊ ചൂടൊക്കെയാണ്. ഇത് കൂർക്ക. യെസ്, ടേസ്റ്റ് പറയാനുണ്ടല്ലോ. പ്രത്യേകിച്ചും ഇത് നമ്മുടെ എരിശ്ശേരി. സോമേട്ടന്റെ പ്ലേറ്റ് അതിനൊക്കെ പറ്റണ പ്ലേറ്റാണ്. സോമേട്ടന്റെ പ്ലേറ്റ് അതിനൊക്കെ പറ്റണ പ്ലേറ്റ്. ഇങ്ങനെ കറികളൊക്കെ വിളമ്പാൻ വേണ്ടി വലിപ്പത്തിനാണ് പുള്ളി വാങ്ങിയിട്ടുള്ളത്. ഇത് രസാണ്.
ഒരു തുള്ളി ഇതിലേക്ക് ഒഴിക്കുക. ചൂടുണ്ട്, എന്നിട്ട് അതിൻ്റെ ഒരു രുചി പറഞ്ഞേ ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട്. ഇനി പിന്നെ നമ്മുടെ അടിപൊളി, ഇതൊക്കെ ഇപ്പം ടേസ്റ്റ് പറയുന്ന സാധനങ്ങളാണല്ലോ. അപ്പം മത്തി ഒരെണ്ണം വറുത്തതും കൂടെ കുഴക്കും. പിന്നെ പറയണ്ടല്ലോ, മത്തിയൊന്നും പറയണ്ട. അപ്പൊ ഇതാണ് ഞങ്ങൾ ഇന്നത്തെ മെനു കേട്ടോ, കണ്ടില്ലേ? അപ്പൊ ഞങ്ങൾ ചോറിനട്ടെ. എല്ലാവരും റെസിപ്പീസ് ഒക്കെ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.